തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് ചില ആത്മീയ മേഖലയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയപരമായ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനം നമ്മുടെ മുമ്പിൽ വെച്ചു തരുന്ന മനോഹരമായ ഒരു ദൈവവചനമുണ്ട്. അതിങ്ങനെയാണ്: നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക, നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിയമാവർത്തന പുസ്തകത്തിലൂടെ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നിന്റെ ദൈവമായ കർത്താവ് പറയുന്ന കാര്യങ്ങൾ കേട്ട് അനുസരിച്ച് നിനക്ക് ജീവിക്കാമെങ്കിൽ നിനക്ക് ജീവൻ ലഭിക്കും, ദീർഘായുസ് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മുടെ ഹൃദയത്തെങ്കിലേക്ക് സ്വീകരിക്കാം. നമ്മുടെ അനുദിന ജീവിത വഴികളിൽ നമുക്കെപ്പോഴും ഈ വചനം ഒരു താങ്ങും തണലുമായിരിക്കട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ അനുഗ്രഹവും അഭിഷേകവും നൽകി ഞങ്ങളെ നയിക്കണമേ, വിശുദ്ധീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിൻ്റെ ജീവിതത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നീ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. നിയമാവർത്തന പുസ്തകത്തിലൂടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ്? നിൻ്റെ ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ട് അനുസരിച്ച് വിശ്വസ്തതാപൂർവ്വം ജീവിക്കാമെങ്കിൽ നിനക്ക് ജീവൻ ലഭിക്കും, നിനക്ക് ലഭിക്കും. അപ്പോൾ നമ്മുടെ മുമ്പിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തിരഞ്ഞെടുപ്പുകളുടെ മുമ്പിൽ നീ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ജീവനും മരണവും നിൻ്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. തിരുവചനത്തിലൂടെ നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പാണല്ലോ. ജീവനും മരണവും നിൻ്റെ മുമ്പിലുണ്ട്, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. പ്രിയപ്പെട്ടവരെ, ഓരോ തിരഞ്ഞെടുപ്പും വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന കാര്യമല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്. മറിച്ച് നിൻ്റെ ജീവിതത്തിലെ ഓരോ തിരഞ്ഞെടുപ്പുകളും വളരെ നിർണായകമാണ്. ഓരോ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും വ്യക്തികളുടെ ഉള്ളിൽ വല്ലാത്ത സംഘർഷമാണ്. അതുകൊണ്ടാണല്ലോ തത്വചിന്തകന്മാർ പറയും, തിരഞ്ഞെടുക്കുന്നവന് ദുരിതം. അതായത് ഏത് വേണം എന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളത് വല്ലാതെ ഒരു ക്രൈസിസാണ്, വല്ലാത്ത ദുരിതം പിടിച്ച വഴിയാണ്. തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിമിഷവും ഈ തിരഞ്ഞെടുപ്പ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുകയാണ്. എല്ലാ നിമിഷവും ഈ തിരഞ്ഞെടുപ്പ് സംഭവിക്കുകയാണ്. ചെറുതും വലുതുമായ വ്യത്യസ്തമായ തീരുമാനങ്ങൾ, തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, ഞാൻ സെമിനാരിൽ ചേർന്ന് ഒരു വൈദികനാകാനുള്ള ആഗ്രഹത്തിൽ വീട്ടിൽ നിന്നിറങ്ങി വന്നപ്പോൾ എടുത്തത് ഒരു സുപ്രധാനമായ തീരുമാനമാണ്. അതിൻ്റെ ജീവിതത്തെ തന്നെ വഴിമാറ്റുന്ന ഒരു തീരുമാനമാണ്, ഒരു തിരഞ്ഞെടുപ്പാണ്. എന്നതുപോലെ തന്നെ അത്രയും പ്രധാനമല്ലെങ്കിലും ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മളൊക്കെ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. നിൻ്റെ ജീവിത പങ്കാളിയെ നീ വിവാഹം കഴിക്കാൻ എടുത്ത തീരുമാനം അത് സുപ്രധാനമായ ഒരു തീരുമാനമായിരുന്നു, ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. നിൻ്റെ ജോലി നീ ഏറ്റെടുത്തത് ഒരു സുപ്രധാനമായ തീരുമാനമാണ്. നീ വീട് വയ്ക്കാനെടുത്ത തീരുമാനം അത് സുപ്രധാനമായ തീരുമാനമാണ്. അതുപോലെ തന്നെ ചെറുതും വലുതുമായ ഒത്തിരി തീരുമാനങ്ങളുടെ ആകെത്തുകയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ഈ വചനം കേൾക്കുന്നു. ഈ വചനം കേൾക്കുന്ന സമയത്ത് അതെങ്ങനെ കേൾക്കണമെന്ന് നിൻ്റെ തീരുമാനമാണ്. ശ്രദ്ധയോടെ കേൾക്കണോ, അതോ അലസമായിട്ട് കേൾക്കണോ, അതോ കേൾക്കുന്ന കാര്യങ്ങൾ മൈൻഡ് ചെയ്യാതെ വിടണോ? അതാരുടെ തീരുമാനമാണ്? നിൻ്റെ തീരുമാനമാണ്. ഒരുപക്ഷേ ഈ വചനം കേൾക്കുന്ന സമയത്ത് നിനക്ക് വേണമെങ്കിൽ മാറിക്കിടന്നുറങ്ങാം. അതാരുടെ തീരുമാനമാണ്? നിൻ്റെ തീരുമാനമാണ്. വചനം കേൾക്കുന്ന സമയത്ത് അത് കേൾക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഒരുക്കി അത് ശ്രദ്ധാപൂർവം ഇരുന്ന് അതിനെ നിൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. അത് വേണോ വേണ്ടയോ എന്നുള്ളത് നിൻ്റെ തീരുമാനമാണ്. എന്ന് പറഞ്ഞാൽ
നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയവും നമ്മൾ ഇഷ്ടം പോലെ തീരുമാനങ്ങൾ എടുത്താണ് മുന്നോട്ട് നയിക്കപ്പെടുന്നത്. തീരുമാനങ്ങളുടെ ആകെ തുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരു തീരുമാനമെടുക്കുന്നത് എന്ന് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുകയാണ്. ഇന്ന് നമുക്കൊരു കാര്യം അറിയാം, ഇന്ന് നമ്മൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഇന്നലകളിലെടുത്ത തെറ്റായ തീരുമാനം കൊണ്ടല്ലേ ഇന്ന് നമ്മൾ ഏതെങ്കിലും വിഷയത്തിൽ സങ്കടപ്പെടുന്നത്. അതായത് ഇന്ന് നമ്മൾ ചില കാര്യങ്ങളെ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ട് ദുഃഖിക്കുന്നുണ്ടല്ലോ. ഈ ദുഃഖിക്കുന്നതിന് കാരണം എന്താ? ഇന്നലകളിൽ നമ്മളെടുത്ത കുറേ തെറ്റായ തീരുമാനങ്ങൾ. തെറ്റായ തീരുമാനം എപ്പോൾ ആരെല്ലാം എടുത്തോ അവർ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഓർക്കുന്നു, ഞാൻ വിദേശത്ത് ഗൾഫിൽ ഒരു ധ്യാന ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നു. അപ്പോൾ ഒരു ധ്യാനത്തിനിടയ്ക്ക് കൗൺസിലിങ്ങിന് വേണ്ടി വന്ന ഒരു സഹോദരൻ, അത്യാവശ്യം നല്ല പ്രായമുണ്ട്, ആ പ്രദേശത്ത് തന്നെ അറിയപ്പെടുന്ന ഒരാളാണ്, ഒരു ശുശ്രൂഷകനൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം എൻ്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അല്പസമയം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു ഇദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ ഈ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഞാൻ ചോദിച്ചു, എന്താണ് ചേട്ടാ ഇങ്ങനെ ഇരുന്ന് കരയുന്നത്? ഈ കരയാൻ മാത്രം ഇപ്പം എന്തുണ്ടായി? അപ്പം അദ്ദേഹം പറഞ്ഞു, അച്ഛൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ഞാൻ പറഞ്ഞു, എനിക്ക് ചേട്ടനെക്കുറിച്ച് അധികം ഒന്നും അറിയത്തില്ല, പക്ഷേ ഞാൻ ഈ ധ്യാനത്തിന് വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചു, ചേട്ടൻ ഇങ്ങനെ ഓടി നടക്കുന്നു, ശുശ്രൂഷയൊക്കെ ചെയ്യുന്നു, അപ്പോൾ ഒരു ശുശ്രൂഷകനാണെന്ന് മനസ്സിലായി. പുറമേ ഞാനിങ്ങനെ ഓടിയൊക്കെ നടക്കുമെങ്കിലും എൻ്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടമാണച്ഛാ, എൻ്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടമാണച്ഛാ. ഒരു പുകയുന്ന അഗ്നിപർവ്വതം എൻ്റെ ഉള്ളിലുണ്ടച്ഛാ. പുകയുന്ന അഗ്നിപർവ്വതവും കൊണ്ട് നടക്കുന്നൊരു മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അതെന്താ ചേട്ടാ അങ്ങനെയൊക്കെ പറയാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ മണലാരണ്യത്തിൽ വന്നിട്ട് ഇത്ര വർഷങ്ങളായി. ഒരുപക്ഷെ കേരളത്തിൽ നിന്നൊക്കെ ജോലി അന്വേഷിച്ച് വന്ന ആദ്യ നാളുകളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാളാണ് ഞാൻ. വർഷം ഇത്രയായില്ല ഇത്രയും നാളത്തെ എൻ്റെ ജീവിതം അധ്വാനം പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ സങ്കടം തോന്നുന്നു. ഞാൻ പറഞ്ഞു, അതെന്താ ചേട്ടാ അങ്ങനെ സങ്കടം തോന്നാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയും മക്കളും കേരളത്തിൽ കൊല്ലം എന്ന് പറയുന്ന ജില്ലയിൽ ഒരു വാടക വീട്ടിലാണ് കഴിയുന്നത്. ഞാൻ ചോദിച്ചു, ഇത്രയും വർഷം ഈ ഗൾഫിൽ മണലാരണ്യത്തിൽ കിടന്ന് അധ്വാനിച്ചിട്ട് ചേട്ടൻ്റെ ഭാര്യയും മക്കളും നാട്ടിൽ വാടക വീട്ടിൽ കഴിയുന്നു, അതെന്താ അങ്ങനെ? അപ്പം അദ്ദേഹം സങ്കടത്തോടെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റിപ്പോയത് കൊണ്ട് അതിൻ്റെ ഫലം ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ ഭാര്യയും മക്കളും ഞാനും. ആരോട് പറയാൻ? അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടന് ശമ്പളം കിട്ടുന്നില്ലേ? ഈ കിട്ടുന്ന പണമൊക്കെ എന്ത് ചെയ്യുന്നു? നാട്ടിൽ അന്തസ്സോടുകൂടെ സ്ഥലം വാങ്ങി ഒരു വീട് വയ്ക്കാനൊക്കെയുള്ള ദൈവകൃപ ഇത്രയും നാളും തന്നിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞു, ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ ഇതൊന്നും എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നില്ല എന്ന് മാത്രം. ഞാനിത് ചോദിച്ച അവസരത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, സത്യം പറയാമല്ലോ ഞാനിവിടെ ഈ മണലാരണ്യത്തിൽ കിടന്ന് അധ്വാനിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയായി. ഈ നാളത്തെ അധ്വാനത്തിനിടയ്ക്ക് എനിക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതിലൊരു തെറ്റാണ് എന്നെ ഇന്നും വിഷമിപ്പിക്കുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു സ്ത്രീയുമായിട്ടുള്ള എൻ്റെ ഒരു അവിഹിത ബന്ധം വെറും തമാശയ്ക്ക് തുടങ്ങിയതാണ്. പക്ഷേ അതൊരു ട്രാപ്പായിരുന്നു, ഒരു കെണിയായിരുന്നു. ആ കെണിയിൽ ഞാൻ വീണുപോയി. അന്ന് മുതൽ അവരെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഒരു നല്ല വിഹിതം ആ സ്ത്രീയുടെ അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്. അതൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിരുന്നു. അവരെന്നെ ട്രാപ്പിൽ വീഴ്ത്തിയതാണ്. ആ സ്ത്രീയോടുള്ളൊരു അവിഹിത ബന്ധം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഏറ്റവും വലിയ തെറ്റായ തീരുമാനമായിരുന്നു. ആ നാളുകളിൽ എനിക്ക് തമാശയായിരുന്നു, രസമായിരുന്നു. പക്ഷെ പിന്നീട് അറിഞ്ഞു അത് വലിയൊരു കുഴിയാണ്. ഞാൻ ആ കുഴിയിൽ വീണു. എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അറിഞ്ഞുകൂടച്ചാ. അവരുടെ വിചാരം ഞാനിങ്ങനെ ഇവിടെ സുഖിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. പുറമെ എല്ലാവരുടെയും വിചാരം ഞാനിങ്ങനെ സുഖിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അച്ഛനറിയോ, എൻ്റെ കുടുംബം ഇന്നും വാടക വീട്ടിൽ കഴിയാൻ കാരണം എൻ്റെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു. പ്രിയപ്പെട്ടവർ, ഞാനിത് പറഞ്ഞു വരുന്നത് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഒരു കാര്യം ഓർക്കാനാണ്. ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ
ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നീ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം ഒരു തീരുമാനമെടുക്കാൻ. തോന്നുന്നത് പോലെ തീരുമാനമെടുക്കല്ലേ. നിൻ്റെ തലയിൽ തോന്നുന്നത് പോലെ തീരുമാനമെടുക്കല്ലേ. കാരണം എന്തെന്നറിയോ? നമ്മുടെ തോന്നലുകൾക്കനുസരിച്ച് നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും നമ്മളെ കുഴിയിൽ കൊണ്ടെത്തിക്കും. നമ്മുടെ തലയിൽ പല തോന്നലുകൾ വരും. ആ തോന്നലുകൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുത്താൽ അത് കുഴിയിലെത്തിക്കും. നമ്മുടെയൊക്കെ ഇന്നത്തെ പല യുവതി യുവാക്കളും അവരുടെ വിവാഹത്തോട് ബന്ധപ്പെട്ട് അവരെടുക്കുന്ന തീരുമാനങ്ങളുണ്ടല്ലോ, ശ്രദ്ധിച്ചിട്ടില്ലേ? പ്രേമക്കേസുകൾ വളരെ വ്യക്തം. അവർ തീരുമാനമെടുക്കുകയാണ്, എനിക്കിഷ്ടപ്പെട്ട ആൾ മതി, ഇത് മതി. അവരെടുക്കുന്ന തീരുമാനം എന്ത് സംഭവിക്കും? അവർക്ക് ചില തോന്നലുകളാണ്. ഒരാളുടെ ചിരി കണ്ടിട്ട്, ഒരാളുടെ മുഖം കണ്ടിട്ട്, ഒരാളുടെ ശരീരം കണ്ടിട്ട്, ഒരാളുടെ ജോലി കണ്ടിട്ട്, ഒരാളുടെ സൗന്ദര്യം കണ്ടിട്ട് എന്ന് തുടങ്ങി ചില കാര്യങ്ങൾ കണ്ടിട്ട് ഇവരുടെ ഉള്ളിൽ തോന്നുന്ന ചില വികാരങ്ങൾ, ആ വികാരങ്ങൾ തോന്നിക്കഴിയുമ്പോൾ ഇവർ തീരുമാനിക്കും ഇത് മതി. അപ്പനും അമ്മയും സങ്കടത്തോടെ പറയും, മക്കളെ ഇതല്ല, ഇതിനേക്കാൾ നല്ലത്, അനുഭവം കൊണ്ട് പറയുക. പക്ഷെ മക്കളത് കേൾക്കില്ല. അവർ പറയും എൻ്റെ ജീവിതം ഞാൻ തീരുമാനിക്കും. എന്നിട്ടെന്തേ? നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും ഇന്ന് നടക്കുന്ന അനേക വിവാഹമോചന കേസുകൾ നമ്മുടെ മുമ്പിൽ വിളിച്ചു പറയുന്നത് എന്താ? തോന്നലുകൾക്കനുസരിച്ചെടുത്ത തീരുമാനങ്ങൾ, അത് തോന്നിയവാസിയുടെ തീരുമാനങ്ങളായിരുന്നു. അത് ജീവിതത്തെ അടിമുടി തകർത്ത് കളയും. പ്രിയപ്പെട്ടവർ, ഓരോ തെരഞ്ഞെടുപ്പിന് മുമ്പിലും നിന്റെ തോന്നലുകളല്ല വേണ്ടത്, മറിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ ചോദിക്കണം, ദൈവമേ, ഞാൻ എടുക്കുന്ന ഈ തീരുമാനം ശരിയോ തെറ്റോ? ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത്? ഈശോയോട് ചോദിച്ചാൽ ഈശോ നമ്മളോട് പറഞ്ഞു തരും. ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പാപ അവസ്ഥയിലിരുന്നു കൊണ്ട് നമ്മൾ തിരഞ്ഞെടുപ്പ് നടത്തിയാൽ മിക്കവാറും അത് തെറ്റായ ഒരു തീരുമാനമായിരിക്കും. അതുകൊണ്ട് വിശുദ്ധിയോടുകൂടെ വേണം നമ്മളൊരു തീരുമാനമെടുക്കാൻ. വിശുദ്ധിയോടുകൂടെ വേണം ഒരു തീരുമാനമെടുക്കാൻ. പാപ അവസ്ഥയെ ഉപേക്ഷിക്കാതെ ആ പാപം ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ ആ പാപത്തിൻ്റെ സ്വാധീനം ആ തീരുമാനങ്ങളിലും കടന്നു വരും എന്നർത്ഥം. പാപത്തിൻ്റെ സ്വാധീനം കടന്നു വന്നു കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ മുഴുവൻ തകിടം പറയും. കഴിഞ്ഞ നാളിൽ ഒരു കോളേജിൽ ചേർന്ന ചെറുപ്പക്കാരൻ, ആ കോളേജിൽ ആകെപ്പാടെ പ്രശ്നങ്ങളായി. അതിനുശേഷം ഇവൻ ധ്യാന മന്ദിരത്തിൽ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ കോളേജിൽ ചേരാനുണ്ടായ തീരുമാനത്തെ ഓർത്തുകൊണ്ട് ഞാൻ സങ്കടപ്പെടുന്നു. ഒത്തിരി സ്ഥലത്ത് ചേരാനുള്ള അവസരങ്ങൾ വന്നു, അവിടെയൊന്നും ചേരാതെ ഈ കോളേജിൽ ചേരാനുള്ള തീരുമാനം ഏറ്റെടുത്തതിനെ ഓർത്തുകൊണ്ട് അച്ഛാ ഞാൻ സങ്കടപ്പെടുന്നു. ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ കോളേജിൽ ചേർന്ന് പഠിക്കാൻ തീരുമാനിച്ചത്? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു അച്ഛാ, ആ പെൺകുട്ടി ഈ കോളേജിൽ ചേർന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു അവളുടെ കൂടെ ഞാനും തീരാം. ശ്രദ്ധിച്ചേ, ഇവൻ ഈ തീരുമാനമെടുത്തപ്പോൾ ഇവൻ്റെ ഉള്ളിൽ എന്തായിരുന്നു ആഗ്രഹം? ഇവൻ പഠിക്കുക എന്നതിലേക്കാളുപരി ഇവനൊരു പെൺകുട്ടിയോടുള്ള ആകർഷണമായിരുന്നു, പെൺകുട്ടിയോടുള്ള സൗഹൃദമായിരുന്നു ഇവനെ ഈ കോളേജിൽ ചേർക്കാനുള്ള പ്രേരക ശക്തിയായി മാറിയത്. അത് അവൻ്റെ ജീവിതത്തിൽ പിന്നീട് ഇവൻ മാറി നിന്നിട്ട് പറയുക, അച്ഛാ, ആ തീരുമാനം എടുത്തതിനെ ഓർത്തുകൊണ്ട് ഞാൻ സങ്കടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, പാപ അവസ്ഥ വെച്ചുകൊണ്ട് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം നമ്മുടെ ജീവിതത്തെ, മുന്നോട്ടുള്ള വഴി, ഭാവി ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ വിശുദ്ധിയോടുകൂടെ വേണം തീരുമാനമെടുക്കാൻ. അനേക മാതാപിതാക്കൾ മക്കളെ ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ട് ധ്യാന കേന്ദ്രങ്ങളിലും കൗൺസിലിങ്ങിനും വരുമ്പോൾ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അച്ഛാ, ഞങ്ങളുടെ മക്കളെ ഇന്ന കോളേജിൽ, ഇന്ന സ്ഥലത്ത്, ഇന്ന ഹോസ്റ്റലിൽ വിട്ടതിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ ഇന്ന് സങ്കടപ്പെടുന്നു. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കോളേജിൽ വിട്ടപ്പോൾ, ആ ഹോസ്റ്റലിൽ അയച്ചപ്പോൾ, ഇന്ന സ്ഥലത്തേക്ക് പഠിക്കാൻ വിട്ടപ്പോൾ, ഇന്ന സ്ഥലത്ത് ജോലിക്ക് വിട്ടപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചോ? നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിച്ചോ? ഇല്ല, ആലോചന ചോദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ്, ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എപ്പോഴും ശ്രദ്ധിക്കണം, നീ ആലോചന ചോദിക്കേണ്ടത് നാട്ടുകാരോടും വീട്ടുകാരോടുമല്ല, തമ്പുരാൻ്റെ മുമ്പിലാണ്. നാട്ടുകാരോടും വീട്ടുകാരോടും നമ്മൾ നന്നായിട്ട് തീരുമാനങ്ങളെക്കുറിച്ച് എടുക്കുന്നതിന് മുമ്പ് ആലോചന ചോദിക്കും. അത് നമ്മുടെ സ്വഭാവത്തിലുള്ള കാര്യമാണ്. കോളേജ് എങ്ങനെയുണ്ട്, പഠിക്കുന്ന സ്ഥലം എങ്ങനെയുണ്ട്, ഇതിങ്ങനെ ചോദിക്കും. പക്ഷേ നീ ചോദിക്കേണ്ടത് നിൻ്റെ ദൈവത്തോടാണ്. നീ നിൻ്റെ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നിനക്ക് കൃത്യം വ്യക്തമായി ഉത്തരം നൽകും. ഈ കഴിഞ്ഞ നാളിൽ
ഈ ഡൽഹി പ്രദേശത്തുള്ള ഒരു വ്യക്തി, അദ്ദേഹം ജനസാന്ദ്രതയുള്ള നല്ല തിരക്കുള്ള ഒരു സ്ഥലത്ത് ഒരു കടയിട്ടു. നല്ല രീതിയിൽ കച്ചവടം കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം, അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ വ്യവസായം ഈ കടയിൽ ആരംഭിച്ചത്. എന്നാൽ ആ കടയിൽ ഒരു മനുഷ്യൻ പോലും കയറുന്നില്ല. എപ്പോഴും സങ്കടം, ദുഃഖം. ധ്യാനകേന്ദ്രത്തിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥന, എൻ്റെ ഈശോയെ, എൻ്റെ കടയിൽ ആൾ കയറണേ. ഞാൻ ചോദിച്ചു, ചേട്ടാ, ഈ കടയിടുന്നതിന് മുമ്പ് നീ ഈശോയോട് ചോദിച്ചോ? ഇല്ലച്ചാ, ഞാനപ്പം ചോദിച്ചില്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനൊരവസരം, കുറച്ച് പൈസ കൈ വന്നു, ഞാനങ്ങ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, നിനക്ക് അവസരം കൈവന്നാലും നിൻ്റെ മുമ്പിൽ സാധ്യതകൾ എന്തെല്ലാം വന്നാലും ഒരു കാര്യം മറക്കരുത്, ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടരുത്. ഒരുപക്ഷെ ചിലരുടെയൊക്കെ വീട് പണി പകുതിയായിട്ട് കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? അടിത്തറ കെട്ടി ഇങ്ങനെ വർഷങ്ങളോളം കിടക്കുകയാണ്. നീ ആ അടിത്തറ കെട്ടുന്നതിന് മുമ്പ് നീ ദൈവത്തോട് ആലോചന ചോദിച്ചോ? ഈ വീട് പണിയണോ വേണ്ടയോ എന്ന് ഈശോയോട് ചോദിച്ചോ? മകനെ കോളേജിൽ വിടുന്നതിന് മുമ്പ് ഈശോയുടെ ആലോചന ചോദിച്ചോ? ഒരു കച്ചവടം ആരംഭിക്കുന്നതിന് മുമ്പ് നീ ഈശോയുടെ ആലോചന ചോദിച്ചോ? എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഈശോയോട് ആലോചന ചോദിക്കുക. തിരഞ്ഞെടുപ്പ് എളുപ്പമാവും. ഇല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. പ്രിയപ്പെട്ടൊരു ദുഃഖമകറ്റാനുള്ള വഴിയാണ് ഈശോയോട് ആലോചന ചോദിക്കുക എന്നുള്ളത്. ഈശോയുടെ ആലോചന ചോദിക്കുക. മറ്റു ചിലർ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ വരുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ, എൻ്റെ മകളുടെ കല്യാണം വരുന്നു, ഇന്നൊരു ചെറുക്കനെ കണ്ടിട്ടുണ്ട്, ഇന്നൊരു ചെറുക്കനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ 2 ചെറുക്കന്മാരുണ്ട്. ഈ 2 ചെറുക്കന്മാരിൽ ആരെ കല്യാണം കഴിക്കണം? അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ. അപ്പോൾ അവരുടെ മനസ്സിലെന്താ? ഒരച്ഛൻ്റെ അടുക്ക വരുമ്പോൾ, ഒരു പ്രാർത്ഥിക്കുന്ന ബ്രദറിൻ്റെ അടുക്ക വരുമ്പോൾ അവരുടെ മനസ്സിലുള്ളത് ഒരച്ഛൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി ഇങ്ങനെ കണിയാനെ പോലെ ഗണിച്ചു പറയും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും അങ്ങനെ വരുന്നവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോ? അപ്പോൾ അവർ പറയാറുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം ഒന്നും പറയുന്നില്ല, നിങ്ങൾ അച്ഛന്മാർ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ ബ്രദർമാർ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ ശുശ്രൂഷകർ പ്രാർത്ഥിച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയോ? നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം, നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാൻ തീരുമാനിക്കണം. നീ ആരും ആയിക്കൊള്ളട്ടെ, നീ വലിയ ശുശ്രൂഷകനോ വലിയ പാണ്ഡിത്യമുള്ള വ്യക്തിയോ ബൈബിളിനെക്കുറിച്ച് വലിയ അറിവോ ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല. നീ സാധാരണക്കാരിയായിട്ടുള്ള വീട്ടമ്മയാവാം, സാധാരണക്കാരനായിട്ടുള്ള കുടുംബനാഥനാവാം. നിൻ്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ്, നാട്ടുകാർ തീരുമാനിക്കുന്നതിന് മുമ്പ് നീ ആദ്യം തമ്പുരാൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് ചോദിക്കണം. ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ നമുക്ക് പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, അതിനെന്ത് വേണം? അതിന് തമ്പുരാൻ്റെ മുമ്പിൽ ഇരിക്കണം. അല്ലാതെ ഫോൺ വിളിച്ചു, ചിലരെ കണ്ടിട്ടില്ലേ, അവർ 24 മണിക്കൂറും ഫോൺ വിളിയാണ്. ആ ധ്യാനകേന്ദ്രത്തിലെ ബ്രദർ, ഈ ശുശ്രൂഷ കേന്ദ്രത്തിലെ ശുശ്രൂഷകൻ, ഇതിങ്ങനെ ഫോൺ വിളിച്ച് ഇവരിങ്ങനെ ഈ കല്യാണം വേണോ, ആ വീട് വേണോ, ഇത് വേണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എളുപ്പവഴി. പ്രിയപ്പെട്ടവരെ, നാട് മുഴുവൻ നടന്നല്ല നിൻ്റെ തീരുമാനം എടുക്കേണ്ടത്. നിൻ്റെ തീരുമാനം നിൻ്റെ വീട്ടിൽ നീ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് കുത്തിയിരുന്ന് ഈശോയോട് ചോദിച്ചാൽ ഈശോ നിനക്ക് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് ഈശോയുടെ മുമ്പിൽ ഇരിക്കണം, ഈശോയോട് സംസാരിക്കണം. ഈശോ നമ്മളോടും സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ജീവനും മരണവും നിൻ്റെ കയ്യിലുണ്ട്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നന്മ വേണോ തിന്മ വേണോ, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇവിടെ ഈ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നീ ഏത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായിട്ടുള്ള കാര്യമാണ്. കാരണം അത് നമ്മുടെ ജീവിതത്തെ തന്നെയാണ് അത് തീരുമാനിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷത്തോടെ ജീവിക്കണോ? ആ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ ഈ ദൈവം കൂടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നീ എടുക്കുന്ന തീരുമാനം കുറച്ച് കഴിയുമ്പോൾ അത് ദുഃഖമായും സങ്കടമായും നിൻ്റെ ജീവിതത്തെ തകർക്കുന്ന ഒന്നായും വഴിമാറാം. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട മേഖലയും ഇത് തന്നെയാണ്. നിൻ്റെ തീരുമാനങ്ങളിൽ നീ എപ്പോഴും ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കണം. നീ ഈശോയോട് ചോദിക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങേണ്ടത്. അങ്ങനെ ചോദിക്കുന്നതനുസരിച്ച് കർത്താവ് നിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തി തരും.
എന്നാൽ വേറെ ചിലരുണ്ട്, അവരെന്ത് ചെയ്യും? അവർ ഓൾറെഡി ഉള്ളിലൊരു തീരുമാനം എടുത്തു വച്ചിട്ട് തമ്പുരാനെ കൊണ്ട് സമ്മതിപ്പിക്കും. ഉദാഹരണത്തിന്, നാളുകൾക്ക് മുമ്പ് ധ്യാനകേന്ദ്രത്തിൽ വന്ന ഒരു പെൺകുട്ടി, അവൾ ഒരു ചെറുപ്പക്കാരനുമായിട്ട് സ്നേഹത്തിലാണ്. ആ ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കാൻ ഇവൾ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അടുക്ക വന്നു പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ തീരുമാനം നിൻ്റേത്, നീ ഈശോയോട് ചോദിച്ചോ. അപ്പോൾ അവൾ പറഞ്ഞു, ഇതൊക്കെ ഈശോ സമ്മതിച്ചതാ. ഞാൻ ചോദിച്ചതാ, നിനക്കെങ്ങനെ അറിയാം? അവൾ പറഞ്ഞു, ഈശോ സമ്മതിച്ചത് കൊണ്ടല്ലേ. ഈശോ അല്ലേ ഈ അവസരമൊക്കെ ഒരുക്കിയത്. ദൈവം സ്നേഹമാണല്ലോ. അപ്പോൾ ദൈവം ഒരുക്കിയ സ്നേഹമാണല്ലോ, അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ ചെറുക്കനെ കാണാൻ പറ്റിയത്, അതുകൊണ്ടാണല്ലോ ഈ ചെറുക്കനോട് ഞാൻ സംസാരിക്കാൻ സാധിച്ചത്, അതുകൊണ്ടാണല്ലോ ഇത്രയും നാളും ഞങ്ങളുടെ സ്നേഹബന്ധം ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവളൊരു തീരുമാനം എടുത്തിട്ട് ആ തീരുമാനം ആ ദൈവത്തിൻ്റെതാണെന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിൻ്റെ തീരുമാനം എടുത്തിട്ട് ആ ദൈവ തീരുമാനമാണെന്ന് ആക്കി തീർക്കരുത്. നീയല്ല തീരുമാനമെടുക്കേണ്ടത്, ആദ്യം ദൈവം തീരുമാനമെടുക്കട്ടെ. ദൈവം തീരുമാനമെടുക്കട്ടെ. ദൈവം തീരുമാനമെടുത്താൽ നിൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികളിൽ കർത്താവ് നിൻ്റെ വഴികൾ എളുപ്പമാക്കി തരും. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ചില കാര്യങ്ങളിൽ നമ്മൾ ദൈവത്തിരുമുമ്പിലിരുന്നു കൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ച്, ചിലരെ കണ്ടിട്ടുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിച്ച് അവരുടെ തീരുമാനങ്ങൾ ദൈവ തീരുമാനങ്ങളാക്കാൻ വേണ്ടി കഷ്ടപ്പെടും. ഒരുപക്ഷെ ചില സമയങ്ങൾ ദൈവം ചിലപ്പോൾ സമ്മതം മൂളിൽ നിന്ന് വരും, പോട്ടെ. പക്ഷെ ഓർക്കണം, ആ വഴി മുന്നോട്ട് നീങ്ങുമ്പോൾ വല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടും. ദൈവം ഒരുക്കിയ ഒരു വഴിയാണെങ്കിലോ കാര്യങ്ങൾ വളരെ സുഗമമായിട്ട് നീങ്ങും. ദൈവം ഒരുക്കാത്തൊരു വഴിയാണെങ്കിലോ, നിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള വഴിയാണെങ്കിലോ, അതിൽ മുഴുവൻ ദുഃഖവും ഭാരവും നമുക്ക് അനുഭവപ്പെടും. ഞാനിത് പറഞ്ഞു വരുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പ് നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് എന്ന് നീ മറക്കരുത്. നീ ആരുമായിക്കൊള്ളട്ടെ, എത്ര പ്രായമുള്ള വ്യക്തിയായിക്കൊള്ളട്ടെ, നിൻ്റെ ജീവിത അന്തസ്സെന്തുമായിക്കൊള്ളട്ടെ, നീ എടുക്കുന്ന തിരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധിക്കണം. ആ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നീ തീരുമാനിക്കണം, ഞാൻ എന്തു വേണം എന്തു വേണ്ട എന്നുള്ളത്. നീ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് വേണം ഓരോ തിരഞ്ഞെടുപ്പുകളും നടത്താൻ. ഇല്ലെങ്കിൽ നിൻ്റെ തോന്നലുകൾക്കനുസരിച്ചിട്ടാണെങ്കിൽ ഭാവിയിൽ നീ ദുഃഖിക്കേണ്ടി വരും. കഴിഞ്ഞ നാളിൽ വിവാഹമോചനം നേടിയ ഒരു പെൺകുട്ടി എന്നോട് സങ്കടത്തോടെ പറഞ്ഞു, അച്ഛാ, ആ ചെറുക്കനെ വേണ്ട എന്ന് വെച്ചത് ഇന്നെനിക്ക് ദുഃഖമായിട്ട് തോന്നുന്നു. ഇപ്പോൾ പുതിയൊരു കല്യാണം കഴിക്കാൻ പോവാം, പഴയ ചെറുക്കനെ വേണ്ട എന്ന് വെച്ച് ദുഃഖമായിട്ട് തോന്നുന്നു. പുതിയ വേറൊരു ചെറുക്കനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഇവക്ക് മനസ്സിലായി ആ ചെറുക്കനാണ് നല്ലതെന്ന്, പഴയത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കണം. നിൻ്റെ ജീവിതത്തിൽ ഓരോ തിരഞ്ഞെടുപ്പുകളും നിൻ്റെ തോന്നലുകൾക്കനുസരിച്ചായിരിക്കരുത്, മറിച്ച് കർത്താവിനോട് ചോദിക്കണം. കർത്താവ് നമുക്ക് പറഞ്ഞു തരും. അതെല്ലാ കാര്യങ്ങളിലും, ചെറുതും വലുതുമായ കാര്യങ്ങളിൽ. പ്രിയപ്പെട്ടവരെ, നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനം മറക്കാതെ ഹൃദയത്തിൽ സ്വീകരിക്കാം. നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്കുകേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. ഈ അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. നിൻ്റെ തിരഞ്ഞെടുപ്പുകൾ അനുഗ്രഹദായകമായി തീരട്ടെ. ദൈവസമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.